സിവിൽ ടെക്കിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ IC എഞ്ചിൻ്റെ കുറച്ച് പോർഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് നമ്മളിപ്പം ഇന്നത്തെ ക്ലാസ്സും എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് IC എഞ്ചിൻ്റെ കോമ്പോണൻസും അതുപോലെ തന്നെ IC എഞ്ചിൻ്റെ ടെർമിനോളജീസുമാണ്. അപ്പം ഈ പിക്ചർ വെച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ പാർട്സ് അല്ലെങ്കിൽ ആ ഒരു ടെർമിനോളജീൻ്റെത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും എടുക്കാൻ പോകുന്നത്. അത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ സ്റ്റോക്ക് ഓഫ് ആൻ എൻജിൻ ഈസ്, അതായത് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു IC എഞ്ചിൻ്റെ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ദ സ്ട്രോക്ക് ഓഫ് ദ എഞ്ചിൻ ഈസ് എന്ന് വെച്ചാൽ നമുക്ക് 4 ഓപ്ഷൻസ് ആദ്യം വായിക്കാം. ഓപ്ഷൻ എ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ, ഓപ്ഷൻ ബി വോളിയം ഓഫ് ദ സിലിണ്ടർ, ഓപ്ഷൻ സി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ TDC ആൻഡ് BDC, ഓപ്ഷൻ ഡി ലെങ്ത് ഓഫ് ദ കണക്റ്റിംഗ് റോഡ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. അത് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. സിമ്പിളായിട്ട് ആ ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ദ സ്ട്രോക്ക് ഓഫ് ആൻ എൻജിൻ ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടോ, ഈ പിക്ചറിൽ സ്ട്രോക്ക് എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസാണ് ആ ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. ദ സ്ട്രോക്ക് ഓഫ് ദ എൻജിൻ ഈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ TDC ആൻഡ് BDC. TDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഡെഡ് സെൻറ്റർ, BDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം ഡെഡ് സെൻറ്റർ. ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ, ഇത് BDC ആണ് കേട്ടോ, ബോട്ടം ഡെഡ് സെൻറ്റർ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ എൻജിൻ ഹാസ് എ ക്ലിയറൻസ് വോളിയം ഓഫ് 100 cubic meter ആൻഡ് സ്വെപ്റ്റ് വോളിയം ഓഫ് 900 cubic meter. ദ കംപ്രഷൻ റേഷ്യോ ഈസ്. കംപ്രഷൻ റേഷ്യോ കാണുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പം കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അത് തന്നെയാണ്, അത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്കിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 10:1, ഓപ്ഷൻ ബി 8:1, ഓപ്ഷൻ സി 9:1, ഓപ്ഷൻ ഡി 7:1. 4 ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഓപ്ഷൻ വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ അല്ല. അപ്പം അതിൽ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൻ്റെ രീതിയിൽ തന്നെ പോവാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇവിടെ തന്നിട്ടുള്ളതിൽ ഇക്വേഷൻ, അതായത് കംപ്രഷൻ റേഷ്യോ കാണാനുള്ള ആ ഒരു ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം കംപ്രഷൻ റേഷ്യോൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു VS + VC ഡിവൈഡഡ് ബൈ VC. എന്തൊക്കെയായിരുന്നു ഈ VS VC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വെപ്റ്റ് വോളിയമാണ്, VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയറൻസ് വോളിയമാണ് വരുന്നത്. അപ്പം VS + VC ബൈ VC എന്നാണ് നമുക്ക് ഇക്വേഷൻ, അതിലേക്ക് ആൻസറിലേക്ക് എത്തേണ്ട ഇക്വേഷൻ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയമാണ് വരുന്നത്. അതായത് ആ ഒരു സിലിണ്ടറിക്കലിൻ്റെ വോളിയം, അതായത് VS + VC ബൈ ക്ലിയറൻസ് വോളിയം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻ എൻജിൻ ഹാസ് എ ക്ലിയറൻസ് വോളിയം ഓഫ് 100 cubic meter ആണ്. അതുപോലെ തന്നെ സ്വെപ്റ്റ് വോളിയം ഓഫ് 900 cubic meter. ദ കംപ്രഷൻ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നിട്ടുണ്ട്. കണ്ടോ, 100 cubic meter, 900 cubic meter സ്വെപ്റ്റ് വോളിയം, അതുപോലെ തന്നെ ക്ലിയറൻസ് വോളിയം.
അപ്പോൾ നമുക്ക് ഈ സ്വെപ്റ്റ് വോളിയം ആണ് വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറൻസ് വോളിയം ആണ്. പിന്നെ നമുക്ക് ടോട്ടൽ വോളിയം കാണണമെങ്കിൽ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് പ്ലസ് വി സി ആണ് വരിക. നമുക്ക് ഈ തന്നതിലുള്ള വാല്യൂസ് എടുത്ത് ആദ്യം എഴുതി വെക്കുക. വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വെപ്റ്റ് വോളിയം, അതിൻ്റെ വാല്യൂ 900 ആണ്. പിന്നെ വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറൻസ് വോളിയം, അതിൻ്റെ വാല്യൂ 100 ആണ്. പിന്നെ കംപ്രഷൻ റേഷ്യോ നമുക്ക് കാണാനുള്ളത് വി എസ് പ്ലസ് വി സി ഡിവൈഡഡ് ബൈ വി സി ആണ്. അപ്പം 900 പ്ലസ് 100 ഡിവൈഡഡ് ബൈ 100 ആണ് വരിക. അപ്പം ആ ഒരു സാധനം അത് 900ഉം 100ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. അപ്പം 0 തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 10:1 എന്നാണ് നമുക്കിത് ഫൈനൽ ആൻസർ വരിക. 10/1 എന്ന് വരും. അപ്പോൾ അതിന് നമുക്ക് 10:1 എന്നും എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കൊന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് an engine has the clearance volume of 100 cubic meter and swept volume of 900 cubic meter. The compression ratio is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷനിൽ 10:1, 8:1, 9:1, 7:1 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ആൻസർ ആയിട്ട് വരുന്നത് 10:1 ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. അപ്പം ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വാല്യൂസ് കണ്ട് ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കണ്ട. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പം അത് വെച്ചിട്ട് ആ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക, വാല്യൂസ് മനസ്സിലാക്കി വെക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാല്യൂസൊക്കെ മാറ്റിയിട്ട് ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇക്വേഷൻ മറന്നു പോവില്ല, അതിൻ്റെ വാല്യൂസും മറന്നു പോവില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബി ഡി സി മീൻസ്. ബി ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം. ഓപ്ഷൻ എ നൺ ഓഫ് ദീസ്, ഓപ്ഷൻ ബി ബോട്ടം ഡിസ്റ്റൻസ് സെൻറ്റർ, ഓപ്ഷൻ സി ബോട്ടം ഡെഡ് പോയിൻറ്റ്, ഓപ്ഷൻ ഡി ബോട്ടം ഡെഡ് സെൻറ്റർ. ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആ പിക്ചർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ബി ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇതാണ് നമ്മൾ ബി ഡി സി. ഇത് ബി ആണ് കേട്ടോ, ബി ഡി സി. ബി ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം ഡെഡ് സെൻറ്റർ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞങ്ങൾക്ക് കിട്ടിയല്ലോ. ബി ഡി സി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരിക? ബോട്ടം ഡെഡ് സെൻറ്റർ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് എൻജിൻ വേർ ഫ്യൂവൽ ഈസ് ബേൺഡ് ഔട്ട്സൈഡ് ദ എൻജിൻ സിലിണ്ടർ ഈസ് കോൾഡ്. അതായത് ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് ഔട്ട്സൈഡ്, ആ ഔട്ട്സൈഡ് നോക്കുക, ഔട്ട്സൈഡ് ദ എൻജിൻ സിലിണ്ടർ ഈസ് കോൾഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഡീസൽ എൻജിൻ, ഓപ്ഷൻ ബി ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ, ഓപ്ഷൻ സി എക്സ്റ്റേർണൽ കമ്പഷൻ എൻജിൻ, ഓപ്ഷൻ ഡി റേഡിയൽ എൻജിൻ. ഔട്ട്സൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അതിൻ്റെ ആൻസർ വരിക എക്സ്റ്റേർണൽ കമ്പഷൻ എൻജിനാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി, നമുക്ക് വൈഡായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വരുന്നത് ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ഈസ് കോൾഡ്. അത് നമ്മൾ ആ സിലിണ്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻസൈഡ് ഡയമീറ്ററിന് നമ്മൾ എന്തായിരുന്നു പറയുക? ആ പിക്ചർ വെച്ചിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിക്ചർ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇൻസൈഡ് ഡയമീറ്റർ, ഇതാണ് ഇൻസൈഡ് ഡയമീറ്റർ വരുന്നത്. അപ്പം ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറാണ് ആൻസർ വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? പിക്ചർ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്നു. അപ്പം ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ഈസ് കോൾഡ് ബോർ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ഡി സി ആൻഡ് ബി ഡി സി ഈസ് കോൾഡ്. അതായത് ടി ഡി സിയും അതായത് ടോപ്പ് ഡെഡ് സെൻറ്ററും ബോട്ടം ഡെഡ് സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസിൽ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ സ്ട്രോക്ക് ലെങ്ത്, ഓപ്ഷൻ ബി ത്രോ, ഓപ്ഷൻ സി ബോർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് പിക്ചർ വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് സ്ട്രോക്ക് ലെങ്ത് ആണ്. പിക്ചറിൽ നോക്കുക, ഈ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്, ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് സ്ട്രോക്ക് അതിനെ അപ്പം നമ്മൾ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻസർ വരുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ഡി സി ആൻഡ് ബി ഡി സി, ആൻസർ വരുന്നത് സ്ട്രോക്ക് ലെങ്ത് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഐ സി എൻജിൻസ് ആണ്. അപ്പം ഐ സി എൻജിൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടിരിക്കുന്നത് മെയിനായിട്ട് 4 എണ്ണമാണ്. അതിൽ ബേസ്ഡ് ഓൺ ഇഗ്നിഷൻ സിസ്റ്റം, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ്, ബേസ്ഡ് ഓൺ വർക്കിംഗ് സൈക്കിൾ, ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സ്ട്രോക്ക് പെർ സൈക്കിൾ. അപ്പം അതിൻ്റെ ഓരോന്നിൻ്റെത് എന്തൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ഇഗ്നിഷൻ സിസ്റ്റം വെച്ചിട്ട് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനും പിന്നെ അതുപോലെ തന്നെ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പം ജസ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞിട്ട് പോവുകയാണ്. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ് ആണെങ്കിൽ അതിൽ പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻ, ഗ്യാസ് എൻജിൻ അങ്ങനെ 3ആയിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൈഡായിട്ടുള്ള ടോപ്പിക്ക് ഞാൻ പറയണില്ല കേട്ടോ. നമ്മളെ എക്സാമിന് ബേസ് ചെയ്തിട്ട് അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചുരുക്കിയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് വൈഡായിട്ട് അറിയണവരാണെങ്കിൽ ആ അറിയുന്ന രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഒന്നും അറിയാത്തവർക്ക് വൈഡായിട്ട് പഠിക്കുന്നതിൽ നല്ല സിമ്പിളായിട്ട് പഠിക്കുന്ന എന്നുള്ള രീതിയിലാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രം പറയുന്നത്. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ദ വർക്കിംഗ് സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ എഞ്ചിനും ഡീസൽ സൈക്കിൾ എഞ്ചിനും. ലാസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സ്ട്രോക്ക് പെർ സൈക്കിൾ, 4 സ്ട്രോക്ക് എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ. ഇതിനെക്കുറിച്ച് നമുക്ക് വൈഡായിട്ട് തന്നെ അത്യാവശ്യം പഠിക്കാനുണ്ട്. അതായത് എക്സാം ഓറിയൻറ്റഡ് മാത്രം കേട്ടോ. അപ്പം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് ഇതിനെ കണ്ടിന്യൂ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ഐ സി എൻജിൻസ് വരുന്നത്. ബേസ്ഡ് ഓൺ ഇഗ്നിഷൻ, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ്, ബേസ്ഡ് ഓൺ വർക്കിംഗ് സൈക്കിൾ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്ട്രോക്ക് പെർ സൈക്കിൾ. അപ്പം ഐ സി എൻജിനിൽ നമുക്ക് മെയിനായിട്ടുള്ള നമ്മൾ സിലബസിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ്റെ പാർട്സ്, അതായത് ഓൾഡ് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ്. ഏകദേശം നമുക്ക് ആ ഒരു ഇത് തന്നെയായിരിക്കും പിന്നീട് വരികയാണെങ്കിലും ഉണ്ടാവും. അതിൽ എൻജിൻ പാർട്സ്, പിന്നെ അതുപോലെ തന്നെ 2 സ്ട്രോക്ക് ആൻഡ് 4 സ്ട്രോക്ക് എൻജിൻസ്, പിന്നെ പെട്രോൾ ആൻഡ് ഡീസൽ എൻജിൻസ്, പിന്നെ കോമ്പോണൻറ്റ്സ് ലൈക്ക് കാർബറേറ്റ്, ഫ്യൂവൽ ഇഞ്ചക്റ്റ്, ഫ്യൂവൽ പമ്പ്സ്, പിന്നെ ബിയറിംഗ് മെറ്റീരിയൽ, ബിയറിംഗ് ക്ലാസിഫിക്കേഷൻ, ഫ്രിക്ഷണൽ ആൻഡ് ആൻറ്റി ഫ്രിക്ഷണൽ ബിയറിങ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അതിൽ നമ്മളിപ്പം എൻജിൻ്റെ പാർട്സ് പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിൽ 2 സ്ട്രോക്ക് ആൻഡ് 4 സ്ട്രോക്ക് എഞ്ചിനും പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിനും നമുക്ക് ഇനി എടുക്കാവുന്ന പോർഷനാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ആ ഒരു സാധനം എന്ത് വെച്ചിട്ട് ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിലബസ് ഞാൻ ജസ്റ്റ് വായിച്ചത്. അപ്പം ഈ ഒരു ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയണവരുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ മാത്രം മാക്സിമം കവർ ചെയ്തിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുക. ബാക്കിയുള്ള ഏരിയാസൊന്നും വൈഡായിട്ട് നിങ്ങൾ അതിലേക്ക് ഇരുന്ന സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഐ സി എൻജിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഇവിടെ തന്നെ. ഈ ഒരു ബേസ്ഡ് ഓൺ ഇഗ്നിഷനും ബേസ്ഡ് ഓൺ ഫ്യൂവൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബേസ്ഡ് ഓൺ ഇഗ്നിഷൻ സിസ്റ്റത്തിൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനും കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഐ സി എഞ്ചിൻ്റെത് സ്പാർക്ക് ഇഗ്നിഷൻ ആണെങ്കിൽ അതിൽ പെട്രോളാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക ഫ്യൂവലായിട്ട്. കംപ്രഷൻ ആണെങ്കിൽ, കംപ്രഷൻ ഇഗ്നിഷൻ ആണെങ്കിൽ അതിൽ ഡീസലാണ് ആഡ് ചെയ്യുന്നുണ്ടാവുക. രണ്ടിലും 2 സ്ട്രോക്കും 4 സ്ട്രോക്കും വരുന്നുണ്ട്. പിന്നെ 4 സ്ട്രോക്കിൻ്റെ ഒരു പിക്ചറാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ്.
അപ്പം ആ ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെത് മെയിനായിട്ട് നമുക്ക് പറയണത് 1 പവർ സ്ട്രോക്ക് ഇൻ 2 റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റാണ്. അപ്പം അതിൽ 1 പവർ സ്ട്രോക്കാണ്, അതിൻ്റെ 2 റെവല്യൂഷൻ വരുമ്പോഴാണ് ആ ഒരു 1 റെവല്യൂഷൻ വരുന്നതെന്നാണ് നമ്മളിപ്പം ഈ ഒരു 4 സ്ട്രോക്കിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ റിക്വയർസ് 4 സ്ട്രോക്ക് ഓഫ് പിസ്റ്റൺ ഓർ 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ടു കംപ്ലീറ്റ് 1 സൈക്കിൾ ഓപ്പറേഷൻ. ഒരു സൈക്കിൾ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അതിന് 2 റെവല്യൂഷൻ ആവശ്യമുണ്ട്. അപ്പം ഞാനിതിൽ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്നുള്ള രീതിയിലാണ് ഇപ്പം 4 സ്ട്രോക്കിൻ്റെതും 2 സ്ട്രോക്കിൻ്റെതും പറയുന്നത്. അപ്പം 4 സ്ട്രോക്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ റിക്വയർസ് 4 സ്ട്രോക്ക് ഓഫ് പിസ്റ്റൺ ഓർ 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ടു കംപ്ലീറ്റ് 1 സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ. പിന്നെ ഇത് 2 സ്ട്രോക്കിൻ്റെ പെട്രോൾ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ വരുന്നത് 2 സ്ട്രോക്ക് എഞ്ചിൻ റിക്വയർസ് 2 സ്ട്രോക്ക് ഓഫ് പിസ്റ്റൺ ഓർ 1 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ടു കംപ്ലീറ്റ് 1 സൈക്കിൾ. ഇതിൽ 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 1 റെവല്യൂഷൻ മതി, അല്ലെങ്കിൽ 2 സ്ട്രോക്ക് മതി. മറ്റേ 4 സ്ട്രോക്കിലാണെങ്കിൽ 4 സ്ട്രോക്ക് അല്ലെങ്കിൽ 2 റെവല്യൂഷൻ ഫോർ ടു കംപ്ലീറ്റ് 1 സൈക്കിളാണ് പറയുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസ് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് നോക്കാം. ഞാനിങ്ങനെ വൈഡായിട്ട് പറയുന്നില്ല, നമുക്ക് ആ ഒരു ഡിഫറൻസ് മാത്രം മെയിനായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും, അപ്പം അതിൻ്റെത് ഫസ്റ്റ് മെയിൻ ഡിഫറൻസ് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. സൈക്കിൾ കംപ്ലീറ്റഡ് ഇൻ 2 സ്ട്രോക്ക് ഓർ 1 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റാണ് 2 സ്ട്രോക്ക് എഞ്ചിന് വരുന്നത്. മറിച്ച് 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ സൈക്കിൾ കംപ്ലീഷൻ ഇൻ 4 സ്ട്രോക്ക് ഓർ 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റാണ് 4 സ്ട്രോക്ക് എഞ്ചിന് വരുന്നത്. പിന്നെ 2 സ്ട്രോക്ക് എഞ്ചിനിൽ മോർ പവർ ഡെവലപ്ഡ്, അതിൽ ഒരുപാട് പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ 4 സ്ട്രോക്ക് എഞ്ചിനിലാണെങ്കിൽ ലെസ് പവർ ഡെവലപ്ഡ്, അതായത് ഈ ഒരു 2 സ്ട്രോക്കിനെ കമ്പയർ ചെയ്തിട്ട് ലെസ് പവറാണ് ഇപ്പം 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ 2 സ്ട്രോക്ക് എഞ്ചിനിൽ സ്മോളർ ഫ്ലൈ വീലാണ് വരുന്നത്. 4 സ്ട്രോക്ക് എഞ്ചിനിലാണെങ്കിൽ ഹെവിയർ ഫ്ലൈ വീൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 സ്ട്രോക്ക് എഞ്ചിനിൽ ഈസിയർ ഡിസൈനാണ്, 4 സ്ട്രോക്ക് എഞ്ചിനിൽ കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ് വരുന്നത്. അതിൽ ആ 4 സ്ട്രോക്കും ആ ഒരു 2 റെവല്യൂഷനും ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു കോംപ്ലിക്കേറ്റഡ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഒരു പേര് വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ വരുന്നുള്ളൂ. പിന്നെ 2 സ്ട്രോക്ക് എഞ്ചിനിൽ പോർട്സ് ആർ യൂസ് ചെയ്യുന്നത്, അതായത് അതിൽ പോർട്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മറിച്ച് 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ വരുന്നത് അതിൽ നമ്മൾ വാൽവാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ ആ ഒരു 4 സ്ട്രോക്കിൻ്റെ ആ ഒരു പ്രോസസ്സ് കണ്ടില്ലേ, ഇൻടേക്ക്, കംപ്രഷൻ, പവർ, പിന്നെ അതിൻ്റെ എക്സോസ്റ്റ്. അതിൽ ആ ഒരു ഇൻടേക്കിൽ വരും, പിന്നെ അതിന് കംപ്രഷൻ സംഭവിക്കും, പിന്നെ ആ ഒരു പവർ ഉണ്ടാക്കും, പിന്നെ അതിന് എക്സോസ്റ്റ് അതിനെ പുറത്തേക്ക് തള്ളും. അപ്പം ആ ഒരു കാര്യം നടക്കുന്ന സമയത്ത് നമ്മളിതിൽ വാൽവാണ് വരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഇപ്പം 2 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ ഇതിൽ കണ്ടോ പോർട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സോസ്റ്റ് പോർട്ട് എന്ന് പറഞ്ഞിട്ട് പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, പോർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാണ് നമ്മളിപ്പം ഈ ഒരു പറഞ്ഞ ഡിഫറൻസിലുള്ളത്. അതായത് നമ്മളിപ്പോൾ 2 സ്ട്രോക്കിൽ പോർട്സാണ് യൂസ് ചെയ്യുന്നത്, മറ്റേ 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ അതിൽ വാൽവ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ 2 സ്ട്രോക്ക് എഞ്ചിൻ ഈസിയർ ടു സ്റ്റാർട്ട്, അത് നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ നോൺ ഈസിയർ ടു സ്റ്റാർട്ട്, അതായത് ആ ഒരു പേര് വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. 4 സ്ട്രോക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ ഹെവിയറാണ്, അപ്പം അത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. മറ്റേത് കുറച്ചുകൂടെ സിമ്പിളാണെന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്തിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് കംപ്രഷൻ റേഷ്യോ ഈ സ്ലോവറാണ് 2 സ്ട്രോക്ക് എഞ്ചിന് വരുന്നത്. 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ കംപ്രഷൻ റേഷ്യോ ഹൈ ആണ് വരുന്നത്.
അപ്പം അതിൽ മെയിനായിട്ട് ആ ഒരു കംപ്രഷൻ ഫാക്ടർ വരുന്നതിനെ കൊണ്ട് അതിൻ്റെ കംപ്രഷൻ റേഷ്യോ ഹൈ ആയിട്ടാണ് 4 സ്ട്രോക്ക് എഞ്ചിനിൽ വരുന്നത്. അപ്പം ആ ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സ്പാർക്ക് ഇഗ്നീഷ്യസിലാണ് വരിക. പക്ഷേ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ ഇഗ്നീഷ്യസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കംപ്രഷൻ റേഷ്യോയിൽ ഈ ഒരു ഡിഫറൻസ്. അപ്പം അതൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ 2 സ്ട്രോക്ക് എഞ്ചിന് വരികയാണെങ്കിൽ ലെസ് തേർമൽ എഫിഷ്യൻസിയാണ് വരുന്നത്. പക്ഷേ 4 സ്ട്രോക്ക് എഞ്ചിനാവുന്ന സമയത്ത് തെർമൽ എഫിഷ്യൻസി ഹൈ ആണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ 2 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ അതിൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഈസ് മോറാണ്. കാരണം അത് ഒരു സ്പാർക്ക് ഇഗ്നീഷ്യസ് ആണ് വരുന്നത്. അപ്പം 2 സ്ട്രോക്ക് എഞ്ചിനിൽ ഓപ്പറേഷൻ ടെമ്പറേച്ചർ മോറാണ് വരിക. 4 സ്ട്രോക്ക് എഞ്ചിനിലാണെങ്കിൽ മറിച്ച് ലെസ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറാണ് വരിക. അതായത് ടെമ്പറേച്ചറിൻ്റെത് ആ ഒരു ഓപ്പറേഷൻ്റെത് ആ ഒരു ആവശ്യം നമുക്ക് കംപ്രഷൻ ഇഗ്നീഷ്യസ് ആയതുകൊണ്ട് തന്നെ അവിടെ മെയിനായിട്ട് ആവശ്യം വരുന്നില്ല. പിന്നെ 2 സ്ട്രോക്ക് എഞ്ചിൻ ലെസ് വെയിറ്റ് ആയിരിക്കും. ഇതിൽ 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ അതിൽ ഹെവിയർ എഞ്ചിനാണ് വരിക. ലൈക്ക് നമ്മളിത് മെയിനായിട്ട് ബസ്, ലോറി അങ്ങനത്തെ ഹെവി വെഹിക്കിൾസില്ല, ട്രക്സ് അങ്ങനത്തേലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ 4 സ്ട്രോക്ക് എൻജിൻസ് ഉണ്ടാവുക. എന്നാൽ നമ്മൾ ഈ ഒരു 2 സ്ട്രോക്ക് എൻജിന് കാണുന്നത് ബൈക്ക്, സ്കൂട്ടേഴ്സ് അങ്ങനത്തെ ഇതിലൊക്കെയാണ് നമുക്ക് 2 സ്ട്രോക്ക് എൻജിൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ മോർ നോയ്സി എൻജിൻ ആയിരിക്കും 2 സ്ട്രോക്ക് എൻജിനിൽ. 4 സ്ട്രോക്ക് എൻജിൻ വരുന്ന സമയത്ത് ലെസ് നോയ്സി ആയിരിക്കും. അപ്പം ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പം അതിൻ്റെ ഡിസൈനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് സിമ്പിൾ ഡിസൈനും അതുപോലെ തന്നെ ലൈറ്റർ ഇൻ കൺസ്ട്രക്ഷൻ ഫോർ ദ സെയിം പവർ എന്നാണ് 2 സ്ട്രോക്ക് എൻജിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറിച്ച് 4 സ്ട്രോക്ക് എൻജിനാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ആൻഡ് ബിഹേവിയർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ ലൈറ്റർ ഫ്ലൈ വീലായിരിക്കും നമ്മൾ 2 സ്ട്രോക്ക് എൻജിനിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ടോർക്കായിരിക്കും അതിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ആ ഒരു ഫ്ലൈ വീല് ലൈറ്റർ ഫ്ലൈ വീലാണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. മറിച്ച് 4 സ്ട്രോക്ക് എൻജിനാണെങ്കിൽ നോൺ യൂണിഫോം ടോർക്കാണ് അതിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൽ ഹെവിയർ ഫ്ലൈ വീൽ റിക്വയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് ആ ഒരു ബാലൻസിങ് കീപ്പ് ചെയ്യണമെങ്കിൽ അതിലൊരു ഹെവിയർ ഫ്ലൈ വീൽ ആവശ്യമുണ്ട്. അപ്പം അതേ രീതിയിൽ നമ്മളിപ്പം ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ വൈഡായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത്രയാണ് മെയിനായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് ഇതിൽ വരുന്നത്. അപ്പം 2 സ്ട്രോക്ക് എൻജിൻ്റെയും 4 സ്ട്രോക്ക് എൻജിൻ്റെയും ആ ഒരു ഡിഫറൻസ് കറക്റ്റ് നോക്കി വെക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പെട്രോൾ എൻജിനും ഡീസൽ എൻജിനുമാണ്. അതിൻ്റെതും ഇതുപോലെ തന്നെ ആ ഒരു ഡിഫറൻസ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഡിഫറൻസ് തന്നെ മെയിനായിട്ട് നോക്കി വെക്കുക. പെട്രോൾ എൻജിനാണെങ്കിൽ പെട്രോൾ എയർ മിക്സ്ചർ ഫ്ലോസ് ത്രൂ ദ ഇൻലെറ്റ് വാൾവ്. അത് ആ ഒരു പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു പെട്രോളും എയറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഇൻലെറ്റ് വാൽവിലേക്ക് അത് മൂവ് ആവുന്നത്. അപ്പോൾ ഈ പെട്രോൾ എൻജിനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്ററിൽ വെച്ചിട്ട് ഫ്യൂവലും എയറും കൂടെ മിക്സ് ആവും. എന്നിട്ടാണ് അത് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് തരുന്നത്, ആ ഒരു അതിൻ്റെ ഫൈനൽ എഫക്റ്റ് തരുന്നത്. പക്ഷേ ഡീസൽ എൻജിനാണെങ്കിൽ എയർ മാത്രമേ ഉള്ളൂ, അതായത് നോ മിക്സിങ് ഓഫ് എയർ ആൻഡ് ഫ്യൂവലാണ് ഇപ്പം ഡീസൽ എൻജിനിൽ വരുന്നത്. അതിൽ എയർ മാത്രമേ ഉള്ളൂ. എയർ ഫ്ലോ ത്രൂ ദ ഇൻലെറ്റ് വാൽവാണ് ഡീസൽ എൻജിനിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ പെട്രോൾ എൻജിനിൽ കാർബറേറ്റർ ഉണ്ടാവും. കാർബറേറ്ററിൽ വെച്ചിട്ടാണ് നമ്മളിപ്പം എയറും ഫ്യൂവലും കൂടെ മിക്സ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ കാർബറേറ്ററിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിങ് ഓഫ് ദ ഫ്യൂവൽ വിത്ത് ദ എയർ ഇൻ കാർബറേറ്ററാണ്. അതായത്
കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇത് കാർബറേറ്റർ യൂസ് ചെയ്യുന്നത് മിക്സിംഗ് ഓഫ് എയർ ആണ്. അപ്പം അതുപോലെ തന്നെ ഇത് യൂസ്ഡ് ഓൺലി ഇൻ SI എൻജിനാണ്, സ്പാർക്ക് ഇഗ്നീഷൻ എൻജിനിൽ മാത്രമാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പെട്രോൾ എൻജിനിൽ കാർബറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഡീസൽ എൻജിനിലാണെങ്കിൽ മറിച്ച് ഫ്യൂവൽ ഇഞ്ചക്ടറാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതിൽ ആ ഒരു എയർ മാത്രമേ വരുന്നുള്ളൂ, അതൊരു കംപ്രഷൻ ഇഗ്നീഷ്യസ് എൻജിനാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂവൽ ഇഞ്ചക്ടർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ പെട്രോൾ എൻജിനിൽ മാക്സിമം പ്രഷർ വരുന്നത് 10 bar ആണ്. മറിച്ച് ഡീസൽ എൻജിനിലാണെങ്കിൽ മാക്സിമം പ്രഷർ വരുന്നത് 35 to 40 bar ആണ്. അപ്പം അത് ആ ഒരു റേഞ്ചൊക്കെ കറക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു 10 bar എന്നുള്ളതും പെട്രോൾ എൻജിനിലാണെങ്കിൽ 10 bar, ഡീസൽ എൻജിനിലാണെങ്കിൽ 35 to 40 bar. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമേ പറയുന്നുള്ളൂ. ഷോർട്ടായിട്ടാണ് എല്ലാത്തിൻ്റെ മാക്സിമം ചുരുക്കിയിട്ടാണ് പറയുന്നത്. കുറേ ഏരിയാസ് ഒരു ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഡീറ്റെയിൽഡായിട്ട് എടുക്കണമെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് എടുത്ത് തരാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആ ഒരു പെട്രോൾ എൻജിൻ്റെത് സ്പാർക്ക് പ്ലഗ് ഈസ് യൂസ്ഡ്. പെട്രോൾ എൻജിനിൽ നമ്മൾ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ്സ് ഫിക്സ്ഡ് വിത്ത് കാർബറേറ്റർ ആൻഡ് സ്പാർക്ക് പ്ലഗ്. അപ്പം ആ ഒരു അതായത് എയറും ആ ഒരു മിക്സ് ചെയ്യുന്നില്ല, എയറും ഫ്യൂവലും ഒക്കെ. അപ്പം അതൊരു സ്പാർക്ക് പ്ലഗാണ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എയറും ഫ്യൂവലും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു സ്പാർക്കാണ് ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു സ്പാർക്ക് പ്ലഗാണ് നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പം ഡീസൽ എൻജിനിലേക്ക് വരുന്നതാണെങ്കിൽ നോ സ്പാർക്ക് പ്ലഗ്, അതിൽ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നില്ല. അതിൽ ഫ്യൂവൽ ഇഞ്ചക്ടറും പമ്പ് ഇഞ്ചക്ടറുമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം അതും ആലോചിച്ച് വെക്കുക. പിന്നെ പെട്രോൾ എൻജിനിൽ ഓട്ടോ സൈക്കിളാണ്, ഡീസൽ എൻജിനാണെങ്കിൽ ഡീസൽ സൈക്കിളാണ് വരിക. അത് പിന്നെ ആ പേര് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കാണ്ട് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് പറഞ്ഞത്, പെട്രോൾ എൻജിനിലാണെങ്കിൽ ഓട്ടോ സൈക്കിളാണെന്ന് പറഞ്ഞത്, അതായത് വർക്കിംഗ് അണ്ടർ ഓട്ടോ സൈക്കിളാണ്. അതിൽ 4 പ്രോസസ്സാണ് നമുക്കിപ്പം പെട്രോൾ എൻജിനിൽ വരുന്നത്. ഫസ്റ്റ് വൺ കോൺസ്റ്റൻറ്റ് വോളിയം, സെക്കൻഡ് അഡാബാറ്റിക് 2, പിന്നെ ഹീറ്റ് അഡീഷനും കംപ്രഷനും അത് 1. അങ്ങനെ ടോട്ടൽ 4 ആണ് വരുന്നത്. 4 ഓട്ടോ സൈക്കിളാണ് വരുന്നത്. പിന്നെ ഡീസൽ എൻജിനാണെങ്കിൽ വർക്കിംഗ് അണ്ടർ ഡീസൽ സൈക്കിളാണ് വരുന്നത്. അപ്പം അതിലും സെയിം 4 പ്രോസസ്സ് തന്നെ വരുന്നുണ്ട്. കോൺസ്റ്റൻറ്റ് പ്രഷർ, മറ്റേതിൽ കോൺസ്റ്റൻറ്റ് വോളിയം ആയിരുന്നു, ഇതിൽ കോൺസ്റ്റൻറ്റ് പ്രഷറാണ് വരുന്നത്. പിന്നെ അഡബാറ്റിക്കും പിന്നെ ഹീറ്റ് ഓർ കംപ്രഷൻ അത് 1. രണ്ടിലും പ്രോസസ്സ് വരുന്നത് 4 തന്നെയാണ്. പക്ഷേ ഒന്ന് ഓട്ടോ സൈക്കിളാണ്, മറ്റേത് വർക്കിംഗ് അണ്ടർ ഡീസൽ സൈക്കിളാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിളാണ്, അതായത് പെട്രോൾ എൻജിനിൽ ഓട്ടോ സൈക്കിളാണ്, ഡീസൽ എൻജിനിൽ ഡീസൽ സൈക്കിളാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അതുപോലെ ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ 6:10 ആണ് പെട്രോൾ എൻജിനിൽ വരുന്നത്. കംപ്രഷൻ റേഷ്യോ ഡീസൽ എൻജിനിലാണെങ്കിൽ 15:25 ആണ് വരുന്നത്. നെക്സ്റ്റ് ഈസിയർ ടു സ്റ്റാർട്ട്, ഡീസൽ എൻജിനാണെങ്കിൽ നോൺ ഈസിയർ ടു സ്റ്റാർട്ട്. പിന്നെ ലെസ് വൈബ്രേഷനാണ് പെട്രോൾ എൻജിനിൽ ഉണ്ടാവുക, ഡീസൽ എൻജിനിലാണെങ്കിൽ വൈബ്രേഷൻ മോറാണ്. അപ്പം ആ ഒരു കമ്പാരിസൺ ജസ്റ്റ് മനസ്സിലാക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അത് മൈൻഡിലേക്ക് നിൽക്കും. അതാണ് അത്രയും സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് തന്നെ എഴുതിയിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ തന്നെ ഈ കാര്യം തന്നെ നമുക്ക് വൈഡായിട്ട് പറയുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പെട്രോൾ എൻജിന് വെയിറ്റ് കുറവായിരിക്കും, ഡീസൽ എൻജിനാണെങ്കിൽ അതിൽ ഹെവിയർ എൻജിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ
അതായത് നമ്മളിപ്പം പെട്രോൾ എഞ്ചിന് മെയിനായിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽസിലും അതുപോലെ തന്നെ എയറോപ്ലെയിൻസ് അങ്ങനത്തേനൊക്കെയാണ്. മറിച്ച് ഇപ്പോൾ ഡീസൽ എഞ്ചിനാണെങ്കിൽ അത് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഹെവി വെഹിക്കിൾസ്, അതായത് ലോറി, ട്രക്സ് അങ്ങനത്തതിലൊക്കെയാണ് നമ്മൾ ഡീസൽ എഞ്ചിൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോൾ എഞ്ചിൻസിന് ലെസ് വെയ്റ്റും ഡീസൽ എഞ്ചിൻസിന് ഹെവിയർ എഞ്ചിൻ എന്ന് പറയാം. പിന്നെ പെട്രോൾ എഞ്ചിന് ഹൈ സ്പീഡ് എൻജിൻസ് ആയിരിക്കും പെട്രോൾ എഞ്ചിൻ ഉണ്ടാവുക. ഡീസൽ എഞ്ചിനാണെങ്കിൽ ലോ സ്പീഡ് എൻജിൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ പെട്രോൾ എഞ്ചിന് മെയിൻ്റനൻസ് കോസ്റ്റ് ലെസ്സാണ്, ഡീസൽ എഞ്ചിന് മെയിൻ്റനൻസ് കോസ്റ്റ് മോറാണ്. അതപ്പോൾ ഒരു ഹെവി വെഹിക്കിൾസൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ മോറാന്നുള്ള രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഞാൻ അതിൽ സ്ക്രീനിൽ ആഡ് ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിന് ക്വാളിറ്റി ഗവേൺഡ് എൻജിൻസ് ആയിരിക്കും, മറിച്ച് ഡീസൽ എഞ്ചിനാണെങ്കിൽ അത് ക്വാണ്ടിറ്റി ഗവേൺഡ് എൻജിൻസ് ആയിരിക്കും. അപ്പം അത്രയും കാര്യങ്ങളാണ് പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിൻസിലും നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് റിലേറ്റഡ് കുറച്ച് ആ ഒരു പ്രോബ്ലം രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്രോൾ എഞ്ചിന് ഡീസൽ എഞ്ചിന് പറഞ്ഞു, 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് പറഞ്ഞു. ഒന്നിനെക്കുറിച്ചും വൈഡായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഈവൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്ഷൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ക്ലാസ്സാണ്, ഇത്രയും കണ്ടൻറ്റാണ് ഇപ്പം എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ടോപ്പിക്ക് നമുക്ക് തീരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, അതായത് IC എഞ്ചിൻ്റെത്. പിന്നെ അതിൽ കുറച്ച് ഗിയേഴ്സിൻ്റെ പോർഷനും കൂടെ നമുക്ക് എടുക്കാനുണ്ടാവും. മാക്സിമം പറ്റുന്ന രീതിയിൽ സ്പീഡിൽ നമുക്ക് ആ ഒരു പോർഷൻസ് കവർ ചെയ്യാൻ നോക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഒരു ഏരിയാസൊക്കെ നിങ്ങൾക്ക് വൈഡായിട്ട് അറിയുകയാണെങ്കിൽ വൈഡായിട്ട് അറിയുന്ന ആ ഏരിയ ആയിട്ട് ഈ ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷനുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. അറിയാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. വൈഡായിട്ട് നോക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല, അത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.